വിശ്വാസത്തിൽ അവിടെ വളർത്തുവാനും നമുക്ക് ഇനിയും മുന്നേറാം. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനത ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ മുന്നേറുന്ന ഒരു നല്ല കുടുംബമായിട്ട്, നല്ല ഇടവകയായിട്ട്, ഇനിയും നോമ്പുകാല തീർത്ഥാടനമായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ പോലും നമുക്ക് ഒത്തിരി സഹകരണങ്ങൾ, എല്ലാ തരത്തിലുള്ള ജനപ്രതിനിധികളും നമ്മളെ സഹായിച്ചു. നമുക്കറിയാം, സനീഷ് കുമാർ ജോസ് MLA സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ മീറ്റിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ നൽകി നമ്മുടെ നോമ്പുകാല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായിട്ട് നൽകുന്നു. അപ്പോൾ നമ്മൾക്ക് മനോഹരമായിട്ടുള്ള റോഡ് ഈ ദേശത്തെ ആശംസിക്കുകയാണ് എല്ലാവരും. ഇടവക എന്ന് പറയുമ്പോൾ അതെപ്പോഴും കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. ഇവിടെ ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്, മറ്റ് മതസ്ഥരായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമാണ് ഒരു ഇടവക. കനകമല ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവക അനുദിനം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളരുന്നതായിട്ടാണ് അച്ഛൻ. പുരോഗതിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലെ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ റോഡ് വളരെ മനോഹരമായി MLA സാറിൻ്റെ സഹായ ഹസ്തങ്ങൾ കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ നല്ല രീതിയിൽ ഇടപെടൽ കൊണ്ടും നമ്മുടെ ഈ ഒരു കനകമലയെ കനകമാക്കി തീർക്കാനായിട്ട് സാധിച്ചു. ആ പുരോഗതി ഇങ്ങനെ 14 വർഷങ്ങൾക്ക് മുമ്പ് വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതൊരു നിരവധി പുണ്യാത്മാക്കൾ നടന്നു കയറി ചവിട്ടിയ തിരിശേഷിപ്പ് മണ്ണ് എന്ന് വിളിക്കാനാണ് കനകമലയെ അങ്ങനെ വിളിക്കാൻ എനിക്ക് ഇഷ്ടം. കാരണം ഒരുപാട് ത്യാഗപ്രവർത്തികളെടുത്ത് ഒരുപാട് അകലങ്ങളിൽ നിന്നും കനകമലയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന തീർത്ഥാടകരുടെ പാദസ്പർശനമേറ്റ് ഇതൊരു പുണ്യഭൂമിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന പ്രാധാന്യം ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ, നാനാജാതി മതസ്ഥ എല്ലാവരും അർഹിക്കുന്ന ഒരു പ്രാധാന്യം ഈ കനകമലയ്ക്ക് കൊടുത്തു എന്ന് സവിസ്തരം പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ നിയോഗത്തിൻ്റെയും തീക്ഷ്ണമായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രകടനമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. പുറത്തുപോയി പറയുമ്പോൾ ഈ കഴിഞ്ഞ 3 നാളാഴ്ചക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ വ്യാഴാഴ്ചയുടെ സമയത്തെന്ന് തോന്നുന്നു, ആ ദിവസം തോന്നുന്നു, ശനിയാഴ്ചക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് എറണാകുളം രൂപ അച്ഛന്മാർ കനകമലയ്ക്ക് പോകുന്ന റൂട്ട് 48 രൂപ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി വൈദിക സമൂഹവും സന്യസ്തരും അടങ്ങുന്ന വലിയ ഒരു തീർത്ഥാടന സമൂഹം ഈ കനകമലയ്ക്ക് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് ആ കുടിവെള്ള പദ്ധതി ബഹുമാനപ്പെട്ട കാലഘട്ടത്തിൻ്റെ സമയത്താണ് എനിക്ക് തോന്നുന്നു. ആണോ? അതെ, കാലഘട്ടത്തിൻ്റെ സമയത്താണ് അത് പൂർത്തീകരിച്ചത്. ഇടവക ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ രൂപതയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഞങ്ങളുടെ രൂപത മാത്രമല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മുടെ രൂപത മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വികാരിച്ചന്മാരുടെയൊക്കെ വലിയ ഇടപെടലുകൾ കൊണ്ടാണ്
നമ്മുടെ ഇടവകയ്ക്ക് ഇതുപോലെ വളർന്ന് വലുതാവാനായിട്ട് സാധിച്ചത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്.